ഹലോ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണമല്ലോ അല്ലേ? അപ്പോൾ എന്താ പറയുക, ഒരു ആഴ്ചയോളം ഉം, ആകെ പേമാരി എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ ഉള്ള മഴയുടെയൊക്കെ ശേഷം ഇന്നാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടുള്ളത്. ഒരാഴ്ച കുട്ടികൾക്കൊക്കെ ലീവായിരുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടായിരുന്നു ഒരു 4-5 ദിവസം. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മലപ്പുറം ജില്ലയാണെന്ന് അറിയുന്നവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മളിവിടെ സേഫ് അല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. ഇതിന് ഒരു വ്ളോഗ് എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോന്റെ കാര്യം എന്ന് പറയുമ്പോൾ എന്താ ഇപ്പം ഞാൻ പറയാം, മൊത്തത്തിലൊരു സുഖമില്ലാത്ത അവസ്ഥ, എന്തോ പോലെ ഒരു ഫീലിംഗ്. ഇത് കേട്ടുകൊണ്ടിരിക്കണം നിങ്ങളിൽ എല്ലാവർക്കും ഇതേ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഫീലിംഗ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവരും തിരിച്ചു പറയുന്നത് ഇതേ ഒരു കാര്യമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ആർക്കും ഒരു മനസ്സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥ അല്ലേ? എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമുള്ള കാര്യങ്ങൾ അതായിരിക്കാം. കേരളത്തിൽ ഇപ്പൊ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കേരളത്തിലത്തെ തന്നെ വലിയൊരു ദുരന്തമല്ലേ വയനാട്ടിലത്തെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ. ഒരു രാത്രി കിടന്നുറങ്ങിയ കുറേ മനുഷ്യന്മാർ, നമ്മുടെ പോലെയുള്ള കുറേ ആൾക്കാർ അടുത്ത ദിവസം രാവിലെ എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ കുറേ പേര് ജീവിച്ചിരിക്കുന്നേ ഇല്ല. കുറേ പേര് ആരുമില്ലാത്തവരായിട്ട് ഏതൊക്കെയോ ക്യാമ്പുകളിലും ഒക്കെ ആയിട്ട്. എന്തൊരു കഷ്ടപ്പാടാണല്ലേ! നമുക്ക് ശരിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന രീതിയിലുള്ള ഒരു ദുരന്തമല്ല, അതിലൊക്കെ അപ്പുറമാണ്. നമുക്ക് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല. പക്ഷേ ഓരോ ദിവസം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് എത്രത്തോളം ഭീകരാണ് ആ ഒരു ദുരന്തം എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവണത് കേട്ടോ. ഇപ്പോ വയനാട്ടില് നമ്മളുടെ വീഡിയോ കാണുന്നവർ പലരും ഉണ്ടായിരുന്നിരിക്കാല്ലേ. അവിടെ റിലേറ്റീവ്സ് ഉള്ളവരും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറി വന്നിട്ടില്ല. കാരണം അവർക്കൊന്നും ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. വയനാട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലൊരു, പോവാത്തവർക്ക് പോലും വയനാടിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു രൂപം ഉണ്ടാവൂലേ. വളരെ ഭംഗിയുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഇപ്പൊ പക്ഷെ അതിനെപ്പറ്റി ഓർക്കുന്ന സമയത്ത് നമ്മളുടെയൊക്കെ മനസ്സിലൊരു പേടിയാണ്, വല്ലാത്തൊരു പേടിയാണ് വരുന്നത് അതിനെപ്പറ്റിയൊക്കെ ഓർക്കുമ്പോൾ. അപ്പം ആ ഒരു സ്ഥലത്തിനെ കൂടുതൽ അടുത്ത് അറിഞ്ഞിട്ടുള്ളവർക്ക് എങ്ങനെയായിരിക്കും അതിൽ നിന്ന് പെട്ടെന്നൊന്ന് മനസ്സ് മാറാൻ പറ്റുക? അതൊരിക്കലും ഇല്ല. അവരുടെ ആ ഒരു വിഷമം എനിക്ക് പലരും മെസ്സേജ് അയച്ചിരുന്ന അതിൽ നിന്ന് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയണത് കേട്ടോ. ഇപ്പൊ തന്നെ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്ന് വയനാട്ടിൽ അല്ലെ ഒരുപാട് രാവും പകലും ഇല്ലാത്ത രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും അവരൊക്കെ, അതായത് ഈ വലിയ ദുരന്തത്തിനെ അതിജീവിച്ച് രക്ഷപ്പെട്ട് വന്ന അവർക്ക് ഇനിയൊരു ലൈഫ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു രണ്ടാം ജന്മം തന്നെയാണ്. അപ്പൊ അവർക്ക് ഇനിയും ജീവിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതും, പിന്നെ അതുപോലെ ഇനിയും കണ്ടെടുക്കാനുള്ള ആൾക്കാരെ, അപ്പൊ അവർക്കും ഇതിനൊക്കെ വേണ്ടി അവിടെ ഒരുപാട് ആൾക്കാർ കൂടി, അതായത് ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി, പിന്നെ ലോക്കൽ ആയിട്ടുള്ള അവിടെ തന്നെ ആൾക്കാർ, ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ രാപ്പകലില്ലാണ്ട് ഇപ്പോഴും അവരവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ന്യൂസുകളൊക്കെ കാണും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും തോന്നൂല്ലേ, നമുക്കും തോന്നും ഇതിന്റെയൊക്കെ ഒരു ഭാഗമാവാൻ നമുക്കും സാധിച്ചിരുന്നെങ്കിൽ തോന്നും. പക്ഷെ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇപ്പൊ സാധിക്കില്ല. അത് വേണ്ട, ഇനിയും അങ്ങോട്ട് ചെല്ലരുത് എന്നാണ് പറയുന്നത്. കാരണം അതൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ, ഇവിടുന്ന് കൂടുതൽ ആൾക്കാർ ഇനി അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നത്, നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പൊ ഈ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള അവരുടെ അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഒരു അറിഞ്ഞൂടാ എന്ത് രീതിയിലാണ്, എങ്ങനെയാണ് അവരെ സമാധാനിപ്പിച്ചിട്ട്. അപ്പൊ എന്തായാലും അപ്പൊ അവർക്ക് അതിനുള്ളൊരു എല്ലാം സഹിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ. അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി അവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു ദുരന്തങ്ങളും സമാധാനക്കേടുകളും ഇല്ലേ ഇനി അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരരുത്. അപ്പൊ അതിന് ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സഹായിക്കാം. സഹായങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർക്കാർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ കയ്യിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പുള്ള രീതിയിലുള്ള അങ്ങനത്തെ സംഘടനകളൊക്കെ ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് എന്താ പറയാ, നമ്മളുടെ കയ്യിൽ എങ്ങനെയാണോ നമുക്ക് കൊടുക്കാൻ, ചെറിയതായിട്ടെങ്കിലും ചെറുത്, വലുതായിട്ട് കൊടുക്കാൻ മനസ്സുള്ളവർക്ക് വലുതായിട്ട്, എങ്ങനെയുള്ള ചിലപ്പോൾ ചിലർക്ക് വിചാരിക്കും ചെറിയൊരു എമൗണ്ട് ആയിട്ട് എങ്ങനെ കൊടുക്കും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, പലതുള്ളി പെരുവെള്ളം എന്ന് തന്നെയാണല്ലോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അത് ചെയ്യാൻ തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ വലിയൊരു സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം, അത് ക്യാഷ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സർക്കാർ വഴിയോ നല്ല വിശ്വസ്തമായിട്ടുള്ള സംഘടനകൾ വഴിയൊക്കെ നിങ്ങൾ ചെയ്യണം എന്തായാലും. അത് നമ്മളുടെ കടമയാണ് ശരിക്കും അല്ലേ. അതിന് വേണ്ടിയിട്ട്, വയനാടിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്തേ പറ്റൂ. കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും മറ്റെല്ലാ ന്യൂസുകൾ പോലെ തന്നെ ഇതും ഒരു ന്യൂസ് മാത്രമായിട്ട് മാറും. അങ്ങനെ നമ്മളെല്ലാവരും ഇതിനെ മറന്നു കളയും.
പക്ഷേ ഒരു ദിവസം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ആരും ഈ ഭൂമിയിൽ ഇല്ലാണ്ടായി തീർന്ന കുറേ ആൾക്കാരില്ലേ അവിടെ. അപ്പൊ അവർക്കൊക്കെ ജീവിച്ചേ പറ്റൂ. അവർക്ക് ഈ ഓർമ്മകളിലൂടെ തന്നെ ഇങ്ങനെ ജീവിക്കൂലേ. അപ്പൊ എന്തായാലും അവർക്ക് ജീവിക്കാൻ നമ്മളുടെ സഹായം എന്തായാലും അത്യാവശ്യമാണ്. അവർക്ക് എല്ലാവർക്കും വീട് വെക്കണം. ആർക്കും വീടില്ല. അപ്പൊ അവർക്കൊക്കെ വീട് വെക്കണം. പിന്നെ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളല്ലേ. അപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് പോലും ഇല്ലാണ്ടാണ് ഇപ്പൊ അവിടെ ഓരോരുത്തരും ഉണ്ടാവുക. അപ്പൊ അവർക്ക് ഓരോന്നിനും അവർക്ക് എന്താ വേണ്ടത്, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ക്യാഷ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഉള്ള മാതിരി നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തായാലും എല്ലാവരും സഹായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ വീഡിയോയിൽ പിന്നെ എനിക്ക് വേറെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ.